بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلا عباد الله المخلصين أولئك لهم رزق معلوم فواكه وهم مكرمون في جنات النعيم على سرر متقابلين يطاف عليهم بكأس من معين بيضاء لذة للشاربين لا فيها غول ولا هم عنها ينزفون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹു തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്തു സ്വാഫാത്തിലെ 39 ആയത്തുകളാണ് നാം പഠിച്ചത്. ഏറ്റവും അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും ഭ്രാന്തരാണ്, സാഹിറാണ് എന്നൊക്കെ പറഞ്ഞ് ആ സത്യത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്ത ആളുകൾക്ക് നാളെ പരലോകത്ത് കിട്ടുന്ന ഭയാനകരമായ നരക ശിക്ഷയെക്കുറിച്ചാണ് അവസാന ആയത്തുകളിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. ഇന്നക്കും ലദായിഖുൽ അദാബിൽ അലീം. ഹേ അവിശ്വാസികളെ, നിങ്ങൾ വേദനയേറിയ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും, ആസ്വദിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചിരുന്നത് ദുനിയാവിൽ നിന്ന്, അതിന് മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നരകക്കാരാകുന്ന ആളുകളെ, അവിശ്വാസികളാകുന്ന, ധിക്കാരികളാകുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാത്ത ആളുകളെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നതും അവരെ നരകത്തിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്നതുമൊക്കെയാണ് ഇതുവരെ പറഞ്ഞതെങ്കിൽ 40-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളാകുന്ന ആളുകൾക്ക് കിട്ടുന്ന സ്വർഗീയ അനുഭൂതികളെക്കുറിച്ചാണ് അല്പം പറയുന്നത്. ഇതുവരെ നരകക്കാരെക്കുറിച്ച് പറഞ്ഞു. ഇനി സത്യവിശ്വാസികൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച്, അനുഭൂതികളെക്കുറിച്ച്, സ്വർഗത്തിലെ വല്ലാത്ത സന്തോഷത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ് 40-ാമത്തെ ആയത്ത് മുതൽ. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. അവിശ്വാസികളെ, നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത്, ആ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെടുകയുള്ളൂ എന്ന് അവരോട് പറയപ്പെടും. പക്ഷേ ആ നരകത്തിൻ്റെ ശിക്ഷ ഉണ്ടാവുകയില്ല. ആർക്ക്? ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഇല്ലാ ഇബാദല്ലാഹി, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഒഴികെ. അബ്ദ് അടിമ, ഇബാദ് അടിമകൾ. ഇല്ലാ ഇബാദല്ലാഹി, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഒഴികെ. എങ്ങനത്തെ അള്ളാഹുവിൻ്റെ അടിമകൾ? അൽ മുഖ്ലസീന, നിഷ്കളങ്കരായ, ശുദ്ധിയാക്കപ്പെട്ടവരായ, എല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി മാത്രം ചെയ്ത് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച, എല്ലാം അള്ളാഹുവിന് മാത്രമാക്കിയ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ച ആ മുഖലസീങ്ങളായ അടിമകൾക്ക് ഇത്തരത്തിലുള്ള വേദനാജനകമായ ശിക്ഷ ഉണ്ടാവുകയില്ല. അവർ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 40-ാമത്തെ ആയത്തിൽ പറയുന്നത്.
ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. അള്ളാഹുവിൻ്റെ ശുദ്ധന്മാരായ അടിമകൾക്ക് ഒഴികെ അവർക്ക് ഈ വേദനയേറിയ ശിക്ഷ ഉണ്ടാവുകയില്ല. എന്നാൽ എന്താണ് അവർക്കുണ്ടാവുക? ഈ മുഖലസീങ്ങളായ അടിമകൾക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ആ തൗഹീദിന് വേണ്ടി പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഹിക്കേണ്ടി വന്ന, ബഹിഷ്കരണങ്ങൾ ഏൽക്കേണ്ടി വന്ന, പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്ന, എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ എന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും വിശ്വസിച്ച് അതിനുവേണ്ടി പ്രയാസങ്ങൾ സഹിച്ച മുഖലസീങ്ങളായ ആളുകൾക്ക്, അടിമകൾക്ക് നാളെ പരലോകത്ത് നരകശിക്ഷ ഉണ്ടാവുകയില്ല, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാവുകയില്ല. പിന്നെ എന്തുണ്ടാവും? അതാണ് 41-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നത്. ഉലൈക ലഹും റിസ്ഖും മഅലൂം. സ്വർഗത്തിന്റെ അനുഭൂതികളും അതിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളുമൊക്കെ പല തവണ നാം വിശദീകരിച്ചത് കൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾക്ക് ആവശ്യമില്ല, വിശദീകരിക്കുന്നുമില്ല. ആയത്തിന്റെ പദാർത്ഥവും അതിൻ്റെ സാരവും മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. മുഖലസീങ്ങളായ ആളുകൾക്ക് നരകശിക്ഷയില്ല. പിന്നെന്തുണ്ട്? ഉലൈക ലഹും, അക്കൂട്ടരാകട്ടെ, ഉലൈക അക്കൂട്ടർ, ആ മുഖലസീങ്ങളായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച ആ ശുദ്ധവാന്മാരായ അടിമകൾ, ലഹും അവർക്കുണ്ട്, റിസ്ഖ് ഉപജീവനം, ആഹാരം, മഅലൂമുൻ നിർണയിക്കപ്പെട്ട, മഅലൂം അല്ലെങ്കിൽ അറിയപ്പെട്ട. ഉലൈക ലഹും റിസ്ഖും മഅലൂം, അക്കൂട്ടരാകട്ടെ അവർക്ക് അറിയപ്പെട്ടതായ ഉപജീവനമുണ്ടായിരിക്കും നാളെ സ്വർഗത്തിൽ. മുഖ്ലസീങ്ങളായ അടിമകൾക്ക് ഉപജീവനമുണ്ടായിരിക്കും, ഒന്ന്. പിന്നെ രണ്ടാമത്തത് ഫവാകിഹു വഹും മുക്റമൂൻ. ഫവാകിഹ്, ഫലവർഗങ്ങളും ഉണ്ടായിരിക്കും, പഴവർഗങ്ങളുണ്ട്. വഹും അവർ മുക്റമൂൻ, ആദരിക്കപ്പെടുന്നവരുമാണ്. അപ്പൊ മുഖ്ലസീങ്ങളായി തീർന്നാൽ, മുവഹിദീങ്ങളായി തീർന്നാൽ അവർക്ക് ശിക്ഷയില്ല, അവർക്ക് ഉപജീവനമുണ്ട്. അതേ പ്രകാരം അവർക്ക് പഴവർഗങ്ങളുണ്ട് അവിടെ. അതുകൂടാതെ വഹും മുക്റമൂൻ, അവർ ആദരിക്കപ്പെടുന്നവരുമാണ്. എവിടെ? ഫീ ജന്നാത്തിൻ നഈം, ജന്നാത്ത് സ്വർഗങ്ങളിൽ, ജന്നത്ത് സ്വർഗം, ജന്നാത്ത് സ്വർഗങ്ങൾ, ഫീ ജന്നാത്തിൻ സ്വർഗങ്ങളിൽ, അന്നഈം അനുഗ്രഹത്തിന്റെ, ഫീ ജന്നാത്തിൻ നഈം അനുഗ്രഹത്തിന്റെ സ്വർഗങ്ങളിൽ അവർക്ക് പഴവർഗങ്ങളുണ്ട്, അവർക്ക് ഉപജീവനമുണ്ട്, അവിടെ അവർ ആദരിക്കപ്പെടുന്നവരുമായിരിക്കും. അലാ സുറുരിൻ മുതഖാബിലീൻ, ആ അനുഗ്രഹീതപൂർണമായ സ്വർഗത്തിൽ അവർക്കതെല്ലാമുണ്ട്. അതോടൊപ്പം അലാ സുറുരിൻ മുതഖാബിലീൻ, സുറൂർ കട്ടില് ഒക്കെ നമ്മൾ പറഞ്ഞു പോയതാണ് മുമ്പ്. അലാ സുറുരിൻ, ചില കട്ടിലുകളിൽ, മുതഖാബിലീൻ അവർ അന്യോന്യം അഭിമുഖമായിരുന്നു കൊണ്ട്, സ്വർഗീയമായ അനുഗ്രഹീതമായ സ്വർഗത്തിൽ അവർ പഴവർഗങ്ങളും അതേ പ്രകാരം ഉപജീവനവും ഭക്ഷണവുമെല്ലാം നൽകപ്പെടുന്നവരാണ്. അവർക്ക് വല്ലാത്ത ആദരവുകൾ അവിടെയുണ്ട്. അലാ സുറുരിൻ മുതഖാബിലീൻ, ചില കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി അവർ ഇരുന്നു കൊണ്ടാണ് ഈ ആനന്ദങ്ങളെല്ലാം സ്വീകരിക്കുക. അല്ലാത്ത ആനന്ദമായിരിക്കും അവർക്കവിടെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യം, നാളെ സ്വർഗത്തിൽ ക്ഷീണമുണ്ടാവുകയില്ല, അതേ പ്രകാരം അവിടെ വിശപ്പുണ്ടാവുകയില്ല, മലമൂത്ര വിസർജനങ്ങൾ ഉണ്ടാവുകയില്ല, ദാഹമില്ല, ഒന്നുമില്ല. അവിടെ സൗഖ്യങ്ങളും സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും മാത്രമേ നാളെ സ്വർഗത്തിൽ ഉണ്ടാവുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ വിവിധങ്ങളായ ആയത്തുകളിൽ പറഞ്ഞതാണ്. അപ്പൊ വിശപ്പും ദാഹവും അനുഭവിക്കാത്ത, ഇല്ലാത്ത സ്വർഗത്തിലാണ് വിശ്വാസികളായ ആളുകൾക്ക് ഈ ഭക്ഷണവും വെള്ളവുമെല്ലാം, പാനീയങ്ങളും അതേ പ്രകാരം പഴവർഗ്ഗങ്ങളും ജ്യൂസുകളുമെല്ലാം അവിടെ കിട്ടുന്നത്. അതെന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിലെ ഭക്ഷണം വിശപ്പിന് വേണ്ടിയുള്ളതല്ല, സ്വർഗത്തിലെ പാനീയം അത് ദാഹത്തിന് വേണ്ടിയുള്ളതല്ല. കാരണം അവിടെ വിശപ്പില്ല, അവിടെ ദാഹമില്ല. പിന്നെ അതെന്തിനു വേണ്ടിയാണ് നൽകുന്നത്? പരിശുദ്ധ ഖുർആൻ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒക്കെ പറഞ്ഞത്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച വിശ്വാസികളോടുള്ള ആദരവായിട്ട് അവരുടെ ആനന്ദത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് അവിടെ ഭക്ഷണവും, വിവിധങ്ങളായ ഭക്ഷണങ്ങൾ, വിവിധങ്ങളായിരിക്കുന്ന പഴവർഗ്ഗങ്ങൾ, അനുഭൂതികൾ എല്ലാം അവിടെ നൽകുന്നത് അവരുടെ സുഖസന്തോഷത്തിന് വേണ്ടിയാണ് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം.
ആനന്ദത്തിന് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്, ആഹ്ലാദത്തിന് വേണ്ടിയാണ് അവിടെ ഭക്ഷണവും വെള്ളവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതോടൊപ്പം അവിടെ അവരുടേതായിരിക്കുന്ന ബന്ധുമിത്രാദികളും സ്വന്തക്കാരും എല്ലാവരും ഒന്നിച്ച് സ്വർഗീയമായിരിക്കുന്ന സോഫകളിൽ, സ്വർഗീയമായിരിക്കുന്ന കട്ടിലുകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖമായിരുന്നു കൊണ്ട് പരസ്പരം സല്ലപിക്കുന്നതാണ്. മാത്രവുമല്ല, ആ അനുഗ്രഹീതമായിരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ച് കുടുംബത്തോടൊത്ത് എല്ലാ മുവഹ്ഹിദീങ്ങളും ഒന്നിച്ച് അടുത്തിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും അതേപ്രകാരം സ്വർഗത്തിലെ പഴങ്ങൾ ഭക്ഷിക്കുന്നു, എല്ലാവരും പരസ്പരം അഭിമുഖമായി ഉന്നതമായിരിക്കുന്ന കട്ടിലുകളിൽ ചാരിയിരിക്കുന്നു. ആ ഒരു വല്ലാത്ത ആ സ്വർഗത്തിന്റെ ആ മഹനീയമായ ആ അവസ്ഥയെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാണ്, യുത്വാഫു അലൈഹിം ബികഅസിൻ മിൻ മഈൻ. ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, നല്ല കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കുകയാണവർ. അതൊക്കെ അനുഭൂതിക്ക് വേണ്ടിയാണ്. അതോടൊപ്പം യുത്വാഫു ചുറ്റി നടക്കപ്പെടുന്നുണ്ട് അലൈഹിം അവരുടെ മേൽ ബികഅസിൻ നിറകോപ്പയുമായി. കഅസ് കോപ്പ, അതായത് കോപ്പ നിറയെ പാനീയവുമായി അവരുടെ ചുറ്റും ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. മിമ്മഈൻ, എന്തിന്റെ നിറകോപ്പ? മിമ്മഈൻ, ഉറവ് പൊട്ടിയ ജലത്തിന്റെ സ്വർഗീയ പാനീയം. ആ സ്വർഗീയ പാനീയത്തിന്റെ നിറക്കോപ്പയുമായി അവരിൽ ചുറ്റി നടക്കപ്പെടുന്നുണ്ട്. ബൈളാഅ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, ബൈളാ, വെളുത്ത ആ വെള്ളത്തിന്റെ ആ ചുറ്റി നടക്കപ്പെടുന്ന ആ ആളുകളുടെ അവരുടെ കയ്യിലുള്ള ആ നിറകോപ്പയിലുള്ള വെള്ളത്തിന്റെ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നത്. ബൈളാ, അത് വെളുത്തതാണ്, വെളുത്ത വെള്ളമാണത്. ലദ്ദത്തിൻ, രുചികരമായതാണ്. ലിശ്ശാരിബീന, കുടിക്കുന്നവർക്ക്. അപ്പൊ കുടിക്കുന്ന ആളുകൾക്ക് ഏറ്റവും രുചികരവും വെളുത്തതുമായ വെള്ള നിറവും, കുടിക്കുന്നവർക്ക് രുചികരവുമായ പാനീയത്തിന്റെ നിറകോപ്പയും കൊണ്ട് അവരതാ ഈ ആളുകളുടെ ആ കസേരയിൽ, ആ കട്ടിലുകളിൽ ചാരിയിരിക്കുന്ന ആളുകളുടെ ചുറ്റും ഇങ്ങനെ ചുറ്റി നടക്കപ്പെടുകയാണ്. ലാ ഫീഹാ ഗൗലുൻ വലാ ഹും അൻഹാ യുൻസഫൂൻ. ലാ ഫീഹാ, അതിലില്ല, ഗൗലുൻ, ഒരു കേടുമില്ല, വലാഹും, അവരില്ലതാനും, അൻഹാ, അതിനാൽ, യുൻസഫൂൻ, ലഹരി ബാധിച്ചവരും അല്ല. ലാ ഫീഹാ ഗൗലുൻ വലാഹും അൻഹാ യുൻസഫൂൻ, അതിൽ യാതൊരു കെടുതിയും കേടും ഉണ്ടാവുകയില്ല, അവർക്ക് അതിനാൽ ലഹരി ഏർപ്പെടുകയുമില്ല. അമിതമായ ആ വെള്ളം കുടിച്ചു എന്നതുകൊണ്ട് അവർക്ക് യാതൊരു കേടുകളും ഇല്ല, അവർക്ക് യാതൊരു ലഹരിയും ബാധിക്കുകയും ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം അമിതമായ മധുരമുള്ള നല്ല പാനീയങ്ങൾ കുടിച്ചാൽ ഒരു മത്ത് നമ്മുടെ തലക്കുണ്ടാകും, അല്ലെ? എത്ര നല്ല വെള്ളം കുടിച്ചാലും. എന്നാൽ സ്വർഗത്തിലെ ആ പാനീയം, ആ രുചികരമായ വെള്ള നിറമുള്ള ആ പാനീയം കുടിച്ചാൽ അതൊരിക്കലും അവർക്ക് ഒരു ലഹരി ഉണ്ടാക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അസ്വസ്ഥതകളോ ശാരീരികമായ കേടുകളോ ആ പാനീയം കുടിക്കുന്നത് കൊണ്ട് അവർക്ക് ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഒരു വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത വിധം അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അതിനുവേണ്ടി പ്രയാസങ്ങൾ സഹിക്കുക. എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ നാഥനോട് മാത്രമേ തേടുകയുള്ളൂ, ഞാൻ എൻ്റെ നാഥനെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. എൻ്റെ നാഥനാണ് എനിക്ക് ഏറ്റവും വലുത്, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ റബ്ബിനോടാണ് എന്ന് ഉറപ്പിച്ചും തറപ്പിക്കുന്ന ആളുകൾക്ക്, എന്ന് തീരുമാനമെടുക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങളെ അംഗീകരിക്കുന്ന ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ കിട്ടുന്ന ഉന്നതമായ പദവിയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവർക്ക് വളരെ അറിയപ്പെട്ട റിസ്ഖും മഅലൂം, അറിയപ്പെട്ട ഉപജീവനമുണ്ട്. ഫവാക്കിഹ്, അവർക്ക് പഴവർഗ്ഗങ്ങളുണ്ട്. വഹും മുക്രമൂൻ, അവർ ആദരിക്കപ്പെടുന്നവരാണ് നാളെ സ്വർഗത്തിൽ. അതോടുകൂടെ ഉന്നതമായ കട്ടിലുകളിൽ അവർ അഭിമുഖീകരിച്ചുകൊണ്ട് പരസ്പരം ആസ്വദിക്കുന്നവരാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടെ അവരുടെ ചുറ്റും ആ സ്വർഗീയ പാനീയങ്ങൾ നിറച്ച കോപ്പയുമായി അതിൻ്റെ ചുറ്റും ആളുകൾ ചുറ്റി കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയാസങ്ങളും യാതൊരു കേടുകളും യാതൊരു മസ്തും ലഹരിയും ആ പാനീയം കുടിച്ചു എന്നതുകൊണ്ട് ഉണ്ടാവുകയില്ല എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ അവസ്ഥ നാളെ സ്വർഗീയ
ഭവനത്തിൽ കിട്ടുന്ന ഫീ ജന്നാത്തിൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.